ഖബറിൽ കിടക്കുമ്പോൾ രക്ഷിക്കാൻ നമ്മുടെ ഉമ്മാക്ക് ആവൂല, നമ്മുടെ ഉപ്പക്ക് ആവില്ല, നമ്മുടെ മക്കൾക്ക് ആവില്ല, നമ്മുടെ ഭാര്യക്ക് ആവില്ല, ഭർത്താവിന് ആവില്ല, ലോകത്തൊരു കുട്ടിക്കുമാവില്ല. ഖബറിലും രക്ഷിക്കുന്നൊരു നേതാവുണ്ട് മുഅ്മിനീങ്ങളെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, അത് അഷ്റഫുൽ ഖൽഖായ തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്, ആ സ്വലാത്ത് എല്ലാ സ്ഥലത്തും നമുക്ക് വിജയിക്കാനുള്ള മാർഗമാണ്. നിങ്ങൾ നോക്ക്, ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ മനുഷ്യൻ വല്ലാതെ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. കടുത്ത ശിക്ഷ അനുഭവിച്ചപ്പോൾ ആ മനുഷ്യൻ നബി തങ്ങളോട് പറയുന്നു, അന്നാറു തഹ്തീ വഅൻ ശിമാലി വഅൻ യമീനി. നബിയെ, വല്ലാതെ ശിക്ഷ അനുഭവിക്കുന്നു നബിയെ, പ്രതിസന്ധിയിലാണ്. എൻ്റെ ഇടതുഭാഗത്ത് തീയാണ്, വലതുഭാഗത്ത് തീയാണ്, മുകളിൽ തീയാണ് നബിയെ. ഖബറിൽ കിടക്കുമ്പോൾ രക്ഷിക്കാൻ നമ്മുടെ ഉമ്മാക്ക് ആവൂല, നമ്മുടെ ഉപ്പക്ക് ആവില്ല, നമ്മുടെ മക്കൾക്ക് ആവില്ല, നമ്മുടെ ഭാര്യക്ക് ആവില്ല, ഭർത്താവിന് ആവില്ല, ലോകത്തൊരു കുട്ടിക്കും ആവില്ല. ഖബറിലും രക്ഷിക്കുന്നൊരു നേതാവുണ്ട് മുഅ്മിനീങ്ങളെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, അത് അഷ്റഫുൽ ഖൽഖായ തങ്ങളാണ്. ആ മനുഷ്യനിങ്ങനെ ഖബറിൽ നിന്ന് ഉറക്കെ നിലവിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോൾ മുഅ്ജിസത്തിന്റെ കാതുകൊണ്ട് നബി തങ്ങൾ ആ ശബ്ദം കേൾക്കുന്നു. ആ മനുഷ്യന്റെ ശിക്ഷ നീക്കിക്കൊടുക്കുന്നു. ഇങ്ങനെ ഏത് സമയത്തും, ഏത് പ്രതിസന്ധിയിലും, ഏത് അപകടാവസ്ഥയിലും നമുക്ക് സഹായമേകുന്ന, നമ്മെ രക്ഷിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് നമ്മുടെ ദുന്യവിയായ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്.